ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ പേര് വേൾഡ് ഓഫ് സൗമ്യ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എങ്ങനെയാണ് നമുക്ക് സ്മൂത്തായിട്ട് ഇഡ്ഡലി ദോശ മാവ് തയ്യാറാക്കാം എന്നതാണ്. അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല സ്മൂത്തായിട്ടുള്ള ഇഡ്ഡലി ദോശ മാവ് തയ്യാറാക്കണമെന്ന് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് തന്നെ ഇതിന് ഉപയോഗിക്കണം കേട്ടോ, എങ്കിലേ ഞാൻ പറയണ പോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1 കപ്പ് ഉഴുന്ന് മുഴുവത്തോടെയുള്ള ഉഴുന്ന് വേണം മേടിക്കാൻ. സ്പ്ലിറ്റൺ ആയിട്ടുള്ള ഉഴുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ മുഴുവത്തോടെ ഉള്ള ഉഴുന്ന് 1 കപ്പ് കുമിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതാണ് കണക്ക്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ്. ഉലുവ ഇതിൽ ചേർക്കണത് നമ്മുടെ ഇഡ്ഡലിക്ക് ആയാലും ദോശയ്ക്കായാലും നല്ല സ്വാദും കിട്ടും, അതേപോലെ മാവ് നല്ല ഫെർമെൻ്റ് ആവാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കൂടണ്ട. കൂടിക്കഴിഞ്ഞാൽ മാവ് വല്ലാതെ പുളിച്ചും പോവും, അതേപോലെ ചെറിയൊരു കയ്പ്പ് രസവും വരും. അപ്പോൾ 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ അരിയും അതേപോലെ ഉഴുന്നും ഉലുവയും കൂടി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കണം, കുതിരാനായിട്ട് വെക്കണം. 4 മണിക്കൂർ മതി കേട്ടോ. അതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ മാവ് ഇരിക്കും തോറും അതിനൊരു ബാഡ് സ്മെല്ല് പോലെ വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് മാക്സിമം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറേ സോക്ക് ചെയ്ത് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് സോക്ക് ചെയ്ത് ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ സോക്ക് ചെയ്തിട്ടിരുന്നു വെള്ളത്തിൽ. ഇനി അത് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ഈ വെള്ളം ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ അരയ്ക്കാനായിട്ട്. നമ്മൾ കുടിക്കണ വെള്ളമാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇനി കളഞ്ഞിട്ട് നമുക്ക് സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അരച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഉഴുന്നിലെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ കുടിക്കണ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ഒരു തരി പോലും ഉണ്ടാവരുത് അതിൽ. ഉഴുന്നും ഉലുവയും നന്നായിട്ട് അരഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇതേപോലെ ഇരിക്കണം നമ്മുടെ മാവ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കുറച്ച് നല്ല കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം മാവ് പൊന്തി വരുമ്പോൾ അതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് അരി അരച്ചെടുക്കാം. അരിയിലെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കണ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിയും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരി അരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉഴുന്നും ഉലുവ അരച്ച പോലെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ചെറിയ തരികൾ നമുക്ക് ആവശ്യമുണ്ട്, എങ്കിലേ നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്ത് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തരികൾ ഫീൽ ചെയ്യണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ അരി അരച്ചതും ഉഴുന്നരച്ചതും കൂടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ വന്നാൽ തന്നെ നമുക്ക് മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ ഈ പിക്ചറിൽ ചെയ്യണ പോലെ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ വെള്ളം കൊണ്ട് ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ തൂത്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഇത് ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനും മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വരാനും ഇത് സഹായിക്കും. ഇനി നമുക്കത് ഒരു പാത്രം വെച്ചിട്ട് മൂടുമ്പോഴും ഇതേപോലെ ശ്രദ്ധിക്കണം. കുറച്ച് ഭാഗം ഇതേപോലെ വിട്ടിട്ട് വേണം നമ്മൾ ഇത് മൂടി വയ്ക്കാൻ. മുഴുവനായിട്ട് മൂടരുത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് അരച്ചിട്ട് വരുമ്പോൾ അതിന് ചെറിയ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ചൂടോടുകൂടി നമ്മളത് അടച്ച് വയ്ക്കുമ്പോൾ അതിൽ ഒരു വളിച്ച മണം പോലെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ച് ഇത് ഇട്ടിട്ട് മൂടി വയ്ക്കുന്നത്. ഇനി കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്നെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ പാത്രം നന്നായിട്ട് മൂടി വയ്ക്കുക. അതൊരു 10 അല്ലെങ്കിൽ 12 മണിക്കൂർ വേണ്ടി വരും കേട്ടോ ഇത് ഫെർമെൻ്റ് ആയിട്ട് വരാനായിട്ട്. അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് സമയം മാറും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ മാവ്
തുറന്ന് നോക്കുകയാണ്. ഇതാ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ദോശമാവ് ഇഡ്ഡലി മാവ് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇന്നലെ നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഇതാ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ആ കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റിയപ്പോഴത്തേക്കും കണ്ട മാവ് നല്ല ഫെർമെൻ്റായി വന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് സോഫ്റ്റ് ബാറ്ററായിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ദോശ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ തന്നെ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി നല്ല സ്മൂത്തായിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം നമ്മുടെ മാവ്. ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടല്ലോ, ഇതെനിക്ക് മുഴുവനും വേണ്ട ഇന്നത്തേക്ക്. അപ്പോൾ ഞാൻ എന്താ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ മാവ് ഞാനിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതാ അതേപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വയ്ക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. മാവിന് വേണ്ട ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ല ബബിൾസ് വരുന്നത് കണ്ടോ. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ദോശമാവായാലും ഇഡ്ഡലി മാവായാലും നല്ലതായി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനി ഞാൻ എന്താ ദോശ ചൂടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കി. പാന് ഒരു മീഡിയം ഹീറ്റിലാണ് വെച്ചിരുന്നത്. ഇനി ഞാൻ എന്താ അതിനകത്തേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തു. ഇനി ഞാൻ എന്താ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരു വശം മാത്രമേ മുരിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ഇനിയിപ്പോൾ ഞാൻ അതൊരു കാസറോളിലേക്ക് മാറ്റുകയാണ്. ഇതിൽ കണ്ടോ നിറച്ച് ഹോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ദോശ സോഫ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ കഴിക്കാം. ഞാനിപ്പോൾ ഇനി ഇതിവിടെ റെഡ് ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോണത്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടില്ലേ നല്ല ലൂസായിട്ടുള്ള ചട്നി, അങ്ങനത്തെ ചട്നിയുടെ കൂടെയാണ് ഞാനിവിടെ കഴിക്കാൻ പോണത്. ഇതേപോലെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ടിപ്പുകളൊന്നും മറക്കണ്ട. അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല സ്മൂത്തായിട്ടുള്ള ദോശ ഇഡ്ഡലി മാവ് കിട്ടും. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.